PK ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. കേരള ജോഗ്രഫിയുടെ 2021 PYQ സീരീസിൽ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് സീഡ്ലെസ് വാട്ടർമെലൺ ഹൈബ്രിഡ് റിലീസ്ഡ് ഫ്രം KAU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിലീസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള റെഡ് സീഡ്ലെസ് അല്ലെ കുരുവില്ലാത്ത സീഡ്ലെസ് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർമെലൺ ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് സീഡ്ലെസ് വാട്ടർമെലൺ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത്. ഷോണിമ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പര്യായ പദമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ചുവപ്പ് എന്ന് പറയുന്നത് ഷോണിമ എന്നുള്ളൊരു ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റെഡ് സീഡ്ലെസ് വാട്ടർമെലൺ വെറൈറ്റി എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഷോണിമയാണ്. ഷോണിമ ഇസ് ദ ഫസ്റ്റ് ഇൻഡിജിനസ് റെഡ് സീഡ്ലെസ് വാട്ടർമെലൺ ഹൈബ്രിഡ് ഡെവലപ്ഡ് ആൻഡ് റിലീസ്ഡ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. സ്വർണ്ണ ഈസ് എ യെല്ലോ ഫ്ലെഷ്ഡ് സീഡ്ലെസ് ഹൈബ്രിഡ്. ഇത് സ്വർണ്ണ, ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്വർണ്ണയാണെങ്കിലും ഈ ഓപ്ഷനിൽ നോക്കിക്കേ, സ്വർണ്ണ എന്ന് പറയുന്നതാണെങ്കിലും ഏതിൻ്റെ വെറൈറ്റിയാണ്? വാട്ടർമെലൻ്റെ വെറൈറ്റി തന്നെയാണ്. അതെന്ന് പറയുന്നത് യെല്ലോ ഫ്ലെഷ്ഡ് ആയിട്ടുള്ളതാണ് അല്ലെ, മഞ്ഞ കളറിലുള്ള, അതും സീഡ്ലെസ് വെറൈറ്റി തന്നെയാണ്. അതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് പൂസ ബെഡന എന്ന് പറയുന്നത്. പൂസ ബെഡന എന്ന് പറയുന്നതും ഒരു നോട്ടബിൾ ആയിട്ടുള്ള സീഡ്ലെസ് വെറൈറ്റി, വാട്ടർമെലൻ്റെ സീഡ്ലെസ് വെറൈറ്റി തന്നെയാണ്. പക്ഷെ അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി, അത് KAU അല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ആണ് നമ്മുടെ ഷുഗർ ബേബി എന്ന് പറയുന്നത്. ഷുഗർ ബേബിയും ഒരു വാട്ടർമെലൻ്റെ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെല്ലാം വാട്ടർമെലൻ്റെ വെറൈറ്റിയാണ്. അതിൽ റെഡ് സീഡ്ലെസ്സും അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതും ഷോണിമയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനുപമ ഈസ് എ വെറൈറ്റി ഓഫ്. അനുപമ എന്ന് പറയുന്നത് ഏതിൻ്റെ വെറൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുപമ എന്ന് പറയുന്നത് ഏതിൻ്റെ വെറൈറ്റി ആണ്? ഡ്രം സ്റ്റിക്ക്, മുരിങ്ങയുടെ വെറൈറ്റി ആണ്. അനുപമ ഈസ് എ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അനുപമ ഈസ് എ ഹൈ ഈൽഡിംഗ് പെരനിയൽ വെറൈറ്റി ഓഫ് ഡ്രം സ്റ്റിക്ക് ഡെവലപ്പ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന കൗപ്പി, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൗപ്പിയിലുള്ള വെറൈറ്റീസ് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. വെള്ളായണി ജ്യോതിക. അതിൽ ഓരോ പേരും ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ കേരള ജോഗ്രഫിയിൽ ഇതുപോലെ അഗ്രികൾച്ചറിൽ അഗ്രികൾച്ചർ വെറൈറ്റീസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. വെള്ളായണി ജ്യോതിക, ഗീതിക, മഞ്ചരി, മിത്ര, KAU ശ്രീനന്ദ, PTBCB3 എന്നാണ് അതിനറിയപ്പെടുന്നത്. അതുപോലെ KAU അപൂർവ, PTBCP4 എന്നാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഏതിൻ്റെ വെറൈറ്റിയാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൗപ്പി വെറൈറ്റീസ് ആണ് കേട്ടോ. ഏതാണ്? കൗപ്പി വെറൈറ്റീസ് ആണ്. ഇനി ഓക്ര എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓക്ര വെറൈറ്റീസ് എന്ന് പറയുന്നത് അഞ്ചിതയും മഞ്ചിമയാണ് അല്ലെ, ആയിൽ അവസാനിക്കുന്ന അഞ്ചിത, മഞ്ചിമ. ഓക്ര വെറൈറ്റീസ് ആണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുഗന്ധിനി ഏതിന്റെ വെറൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഓഫീസർ അല്ലെങ്കിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു എക്സാമിനാണ്. പക്ഷെ നമുക്ക് അല്ലാതെ എക്സാമുകൾക്ക് ഇത് ചോദിക്കാറുണ്ട്. സുഗന്ധിനി എന്ന് പറയുന്നത് ഏതിന്റെ വെറൈറ്റി? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സുഗന്ധിനി എന്ന് പറയുന്നത് ഹൈ ഈൽഡിംഗ് യൂജിനോൾ റിച്ച് വെറൈറ്റി ഏതിൻ്റെയാണ്? സിനമോണിന്റെ വെറൈറ്റി ആണ്. റിലീസ്ഡ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ സുഗന്ധിനി സിനമോൺ വെറൈറ്റി ആണെന്നുള്ളതും ഓർത്ത് വെച്ചിരിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് റൈസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വെറൈറ്റി ഓഫ് റൈസ് എന്ന് പറയുന്നത്? ഇതിൽ ഓപ്ഷൻ ബി ഉമയാണ് റൈസ് വെറൈറ്റി. This is one of the most famous and widely cultivated rice variety in Kerala, particularly എവിടെയാണ്? കുട്ടനാട് കോൾ നിലങ്ങളിലാണ് ഇത് പ്രത്യേകമായിട്ടും ഇത് വിളയിച്ചെടുക്കുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ബൈ ദ റൈസ് റിസർച്ച് സ്റ്റേഷൻ മാങ്കൊമ്പിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം റൈസ് റിസർച്ച് സ്റ്റേഷനിലാണ് ഇത് റിലീസ് ചെയ്തത് 1998. ഇറ്റ് ഈസ് എ ഹൈ ഈൽഡിംഗ് റെഡ് റൈസ് വെറൈറ്റി ആണ് അല്ലെ, ചുവന്ന അരിയാണ് ഏതെന്ന് പറയുന്നത് ഉമ എന്ന് പറയുന്നത്. നിധി എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് കോളീസ്, അതായത് നമ്മൾ കൂർക്കയാണ്. അതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തതാണ്. പൂർണിമ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് കാഷ്യൂ ആണ്.
കശുവണ്ടി വെറൈറ്റിയാണ് പൂർണിമ എന്ന് പറയുന്നത്. കേരഗംഗ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കോക്കനട്ട് ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നോക്കാം അടുത്തത് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പെഡോളജി മണ്ണിന്റെ ഉത്ഭവം, ഘടന, തരംതിരിക്കൽ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ്. മെട്രോളജി എന്ന് പറഞ്ഞാൽ അളവുകളുടെയും തൂക്കങ്ങളുടെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. എന്നാൽ കാലാവസ്ഥാ പഠനത്തിൽ നിന്നെന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥാ പഠനത്തിൽ മെട്രോളജി അല്ല, അത് മീറ്റിയോളജി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. കാലാവസ്ഥാ പഠനം മീറ്റിയോളജി ആണ്. എങ്കിൽ ഡെർമറ്റോളജി എന്താണ്? മനുഷ്യ ശരീരത്തിലെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങളെയും ചർമ്മത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇതെന്ന് പറയുന്നത് ഡെർമറ്റോളജി. അപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഓരോ സ്റ്റഡീസ് നമ്മൾ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. പെഡോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ പീഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? പീഡിയാട്രീഷ്യൻ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ പീഡിയോളജി എന്ന് പറഞ്ഞാൽ ശിശുക്കളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് ഇഡാഫോളജി എന്ന് പറയുന്നത്? സസ്യങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെടുത്തി മണ്ണിനെ കുറിച്ച് നടത്തുന്ന പഠനമാണ്. മണ്ണിന്റെ രൂപീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? പെഡോജനസിസ് എന്നാണ് അല്ലെ. പെഡോളജി അതിന്റെ പഠനമാണെങ്കിൽ, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ, പെഡോജനസിസ് എന്ന് പറയുന്നത് മണ്ണ് രൂപീകരണം. ജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന് എപ്പോഴും എന്താണ്? രൂപീകരണം എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ പെഡോജനസിസ് എന്തായിരിക്കും? മണ്ണിന്റെ രൂപീകരണ പ്രക്രിയയെ കുറിച്ചുള്ള പഠനമാണ് പെഡോജനസിസ് എന്ന് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ നെല്ല് കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നത് തന്നെയാണ് എക്കൽ മണ്ണ് അല്ലെ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ എക്കൽ മണ്ണാണ്. ഈ എക്കൽ മണ്ണ് എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത്? നദികൾ ഒഴുകി വരുമ്പോൾ അടിഞ്ഞുകൂടിയ എക്കൽ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ സമൃദ്ധമായിട്ടല്ലേ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. എക്കൽ മണ്ണിന് ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് കൂടുതലാണ്. ഇപ്പം നമുക്ക് റൈസ് വെക്ക് നടണമെങ്കിൽ, നെല്ലേക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ വളർത്തിയെടുക്കണമെങ്കിൽ വെള്ളം നന്നായിട്ട് വേണം. അപ്പോൾ ആ മണ്ണ് നന്നായിട്ട് വെള്ളം പിടിച്ചു നിർത്തുന്നത് കൊണ്ട് തന്നെ ആ ചെടിയുടെ വളർച്ചയും അത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. കേരളത്തിലെ നദീതടങ്ങളിലും കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും കാണപ്പെടുന്ന എക്കൽ മണ്ണാണ് സംസ്ഥാനത്തെ നെല്ല് ഉൽപ്പാദനത്തിന് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. പീറ്റ് മണ്ണ് എന്ന് പറയുന്നത് കരിമണ്ണ് എന്നറിയപ്പെടുന്നതാണ് അല്ലെ. അമ്ലഗുണം കൂടുതലുള്ള മണ്ണാണ് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രമാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരുത്തി കൃഷി കാണപ്പെടുന്നത് പാലക്കാട്, ചിറ്റൂര് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ആ പാലക്കാട് മാത്രമേ ഇതിന് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നുള്ളൂ. ചെമ്മണ്ണ് റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ചെമ്മണ്ണ്, റെഡ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് എയിംസ് എന്ന് പറയുന്നത്. AIMS. അപ്പൊ എയിംസിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സിസ്റ്റം, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സൊല്യൂഷൻ, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സിസ്റ്റം. ആൻസർ സി ആണ്. ആൻസർ സി എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ, അത് കിട്ടുന്ന അഗ്രികൾച്ചറിന്റെ വിവരങ്ങൾ അല്ലെ ഇൻഫർമേഷന്റെ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എയിംസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. കേരള കൃഷി വകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് ഓൺലൈനായി എത്തിക്കുന്നതിനുള്ള ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, എയിംസ് എന്നറിയപ്പെടുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ചെങ്ങാലിക്കോടൻ, otherwise known as ചെങ്ങാലിക്കോടൻ, is a prominent regional variety of which one of the following crops? ചെങ്ങാലിക്കോടൻ എന്ന് പറയുന്നത് പാളയം കോടൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കോടൻ തന്നെയാണ് ചെങ്ങാലിക്കോടൻ എന്ന് പറയുന്നത്. ഏത് വെറൈറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ബനാനയാണ്. ബനാന. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ അവർ നിവേദ്യത്തിനൊക്കെ വെക്കുന്ന ഒരു ബനാനയാണ്, നേത്രപ്പഴമാണ് ഏതെന്ന് പറയുന്നത് ചെങ്ങാലിക്കോടൻ. ചെങ്ങാലിക്കോടൻ നേത്ര ബനാന ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് banana variety in Kerala, primarily grown എവിടെയാ? തൃശ്ശൂർ ജില്ലയിലാണ്. സ്പെസിഫിക്കലി ഇൻ റീജൻസ് ലൈക്ക് ചെങ്ങാലിക്കോട്, ഇരുമപ്പെട്ടി ആൻഡ് പഴയന്നൂർ. ഇറ്റ് വാസ് ഗ്രാൻഡഡ് ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, ജോഗ്രഫിക്കൽ GA സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട് 2015 ഡ്യൂ ടു ഇറ്റ്സ് യൂണിക് അപ്പിയറൻസ്, ടേസ്റ്റ് ആൻഡ് ട്രഡീഷണൽ കൾട്ടിവേഷൻ മെത്തേഡ്. ഇത് കൾട്ടിവേഷൻ നടത്തുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറും വലിയ സൈസുള്ള നല്ല മധുരമായിട്ടുള്ള സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നേത്രപ്പഴമാണ് ഇത്. ആൻഡ് ഇറ്റ് ഈസ് പ്രിഫേർഡ് വെറൈറ്റി ഓഫർ ഡ്യൂറിംഗ് ദ കാഴ്ച ശ്രീബലി അറ്റ് ദ ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ. ഇറ്റ് ഈസ് ട്രഡീഷണലി ഗ്രോയിങ് യൂസിംഗ് ദ
ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, കെയർഫുൾ മാനുവൽ ടെൻഡിങ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ഇറ്റ്സ് പ്രീമിയം ക്വാളിറ്റി. അതാണ് ചെങ്ങാലിക്കോടൻ എന്ന് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. കേരള കാർഷിക സർവകലാശാല വികസിച്ചെടുത്ത ഒരു ഉയർന്ന വിളവ് തരുന്ന നെൽവിത്തിനമാണ്. നേരത്തെ നമ്മൾ ഉമ എന്ന് പറയുന്ന ഒരു ഇനം അല്ലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു റൈസിൻ്റെത്. ഇത് പവിത്ര എന്ന് പറയുന്നതും കേരള കാർഷിക സർവകലാശാല, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നെൽവിത്തനമാണ് പവിത്ര എന്ന് പറയുന്നത്. കൂടാതെ തണ്ടുതുരപ്പൻ പുഴുക്കൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ഇനം കൂടിയാണിത്. ഉയർന്ന വിളവ് അല്ലെ, ഹൈ പ്രൊഡക്ഷനുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻസെക്ട്സ് തണ്ടുതുരപ്പൻ പുഴുക്കൾക്കെതിരെയൊക്കെ പ്രതിരോധ ശേഷിയുള്ളതും കൂടിയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പവിത്ര എന്ന് പറയുന്ന നെല്ല്. 10ാമത്തെ ക്വസ്റ്റ്യൻ, റോബസ്റ്റ റെബേക്ക. ആക്ച്വലി അറബിക്ക എന്നുള്ളതായിരിക്കാം, എനിക്ക് തോന്നുന്നു PSCയുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഡിലീഷൻ നടത്തിയിട്ടില്ല കേട്ടോ. റോബസ്റ്റ റെബേക്ക എന്നീ ഇതൊക്കെ ഏത് തരം കാർഷിക വിള എന്നുള്ളതാണ്. നമുക്കറിയാലോ, റോബസ്റ്റ കോഫിയ അറബിക്ക എന്ന് കേട്ടിട്ടുണ്ട്. കാപ്പി ഇനമാണ്. റോബസ്റ്റ കടുപ്പം കൂടിയതും രോഗപ്രതിരോധ ശേഷി കൂടുതലുമുള്ള കാപ്പി ഇനമാണിത്. താഴ്ന്ന പ്രദേശങ്ങൾ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു നമ്മുടെ കോഫി വെറൈറ്റി ആണ്. കോഫിയ റോബസ്റ്റ എന്ന് പറയുന്നത്. അടുത്ത കോഫി അറബിക്ക കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് മികച്ച സുഗന്ധവും ഗുണനിലവാരമുള്ള കാപ്പി ഇനമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശത്താണ്. താഴ്ന്ന പ്രദേശത്തിലാണെങ്കിൽ റോബസ്റ്റയും, ഉയർന്ന പ്രദേശത്തിലാണെങ്കിൽ അറബിക്കയുമാണ് കൃഷി ചെയ്യുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഇന്ത്യയിലെ പ്രമുഖമായ ഒരു മത്സ്യബന്ധന ഗവേഷണ സ്ഥാപനമാണ്. ഇത് കേരളത്തിൽ കൊച്ചിയിൽ, അതായത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1957 ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വികസനം, മത്സ്യ സംസ്കരണം, ഗുണനിലവാര നിയന്ത്രണം തുടങ്ങിയ മേഖലയിൽ ഗവേഷണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും ഓപ്ഷൻ ഡി, കൊച്ചിയിൽ തന്നെയാണ്. CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1947 മദ്രാസിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം 1971 എങ്ങോട്ടേക്ക് മാറ്റിയത്? കൊച്ചിയിലേക്ക് മാറ്റിയത്. അപ്പോൾ എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 മദ്രാസിലാണ്. പക്ഷേ ഈ ഒരു സ്ഥാപനം കൊച്ചിയിലേക്ക് മാറ്റുന്നത് 1971. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ മത്സ്യവുമായി ബന്ധപ്പെട്ടത് കേട്ടത് ഫുള്ള് കൊച്ചിയിലാണ്. പക്ഷേ ഇതിന്റെ ആൻസർ അതല്ല, തിരുവനന്തപുരമാണ് ഇതിന്റെ ആൻസർ. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓപ്ഷൻ ബി ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1984 മത്സ്യഫെഡ് സ്ഥാപിതമായത്. സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ വെൽഫെയർ, അവരുടെ ക്ഷേമത്തിനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏത് വർഷമാണ്? 1984 മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നാണ്? ഇതിൽ ആൻസർ ബി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാങ്കൊമ്പ് എന്ന സ്ഥലത്താണ് സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൃഷിയിടങ്ങളിലെ കീടബാധ മുൻകൂട്ടി പ്രവചിക്കുക, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, കീടനിയന്ത്രണ മാർഗങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് ഈ കേന്ദ്രത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഇതിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം ഇഞ്ചി ഗവേഷണ കേന്ദ്രം, അതായത് ഈ ഒരു നമ്മുടെ കേരള അഗ്രികൾച്ചറും അല്ലെങ്കിൽ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് റിസർച്ച് സെന്ററുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട് അമ്പലവയലിലാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ മയിലാടുംപാറയിലാണ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറയിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം
പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, പാലക്കാട് ജില്ലയിലെ മേനോൻപാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു, കാസർഗോഡ് ജില്ലയിലെ കുടിലു. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലി. ഓരോന്നും വ്യക്തമായി നോക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ 2021 ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് നോക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതലും വെറൈറ്റീസ് ആയിരുന്നു. ആ വെറൈറ്റീസ് എല്ലാം നോക്കി വെച്ചിരിക്കുക. PYQ ആയതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാം വളരെ വ്യക്തമായി കേൾക്കുക. പിന്നെ ഈ ഒരു നമ്മൾ PYQ ചെയ്യുന്നതിലെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഏരിയാസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്ത് കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ ഇത് വ്യക്തമായി പഠിച്ചിട്ട് തന്നെ പോകണം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.